ഞെട്ടിപ്പിക്കുന്ന പ്രൊമോകൾക്ക് ശേഷം വീക്കെൻഡ് എപ്പിസോഡ് 1 എത്തുന്നു. മോഹൻലാൽ വരുന്നു വളരെ ഗംഭീരമായ ഔട്ട്ലുക്കോടെ. പക്ഷേ വളരെ ലെങ്തി ആയിട്ടുള്ളൊരു ഇൻട്രോ ആയിപ്പോയി. ഇതിനുശേഷം വന്നുടനെ തന്നെ ഗ്യാസിൻ്റെ ഇഷ്യൂ എടുക്കുന്നു. യമുന, ശ്രീലേഖ എന്നിവരോട് തിരക്കുന്നു. ജിൻഡോട് തിരക്കുന്നു. ഗബ്രിയോട് തിരക്കുന്നു. ജാസ്മിനോട് തിരക്കുന്നു. പവർ ടീമിനെ മൊത്തത്തിൽ ഒന്ന് ഫയർ ചെയ്യുന്നു. നിങ്ങളിങ്ങനൊരു കാര്യം അറിഞ്ഞോ എന്ന് ചോദിക്കുന്നു. അതിനുശേഷം എന്താ സംഭവിച്ചതെന്ന് മോഹൻലാൽ വീഡിയോ പ്ലേ ചെയ്യുന്നു. അത് കണ്ട് ജാസ്മിൻ ആകെപ്പാടെ ചമ്മി നാറി പണ്ടാറടങ്ങുന്നുണ്ട്. അതങ്ങനെ അവസാനിക്കുന്നു. അതിനുശേഷം അടുത്ത ടോപ്പിക്, നിങ്ങൾ വളരെ ഗംഭീരമായി ഇവിടെ ഗെയിം കളിക്കുന്നു, വളരെ ഗംഭീരമായി സോഷ്യൽ മീഡിയയിൽ ഞങ്ങൾക്ക് അപ്രീസിയേഷൻ വരുന്നുണ്ട്. അതുകൊണ്ട് മോനെ ഗബ്രി, സ്റ്റോർ റൂമിൽ പോയിട്ട് ആ കാർഡ് കൊണ്ടുവന്ന ആ കമൻറ്റ് എല്ലാവരെയും ഒന്ന് വായിപ്പിച്ച് കേൾപ്പിക്കൂ. ഗബ്രി വായിക്കാൻ തുടങ്ങിയപ്പോഴാണ് സോഷ്യൽ മീഡിയയിലെ ഈ സീസണെ കുറിച്ചിട്ടുള്ള ഏകദേശ ധാരണ ഹൗസ്മേറ്റ്സിന് കിട്ടിയത്. ഇത്രയും വേഴ്സ്റ്റ് സീസൺ ഇതുവരെ ഉണ്ടായിട്ടില്ല. നിങ്ങൾ സ്വയം നന്നാവൂ, ഷോയെ ഒരു സ്റ്റാൻഡേർഡിലേക്ക് എത്തിക്കൂ എന്നായിരുന്നു കമൻറ്റിൻ്റെ രത്ന ചുരുക്കം. പിന്നെ അവിടെ ഒരു ടാസ്ക് സംഭവിക്കുന്നുണ്ട്. 18+ അഡൽട്ട്. ആരാണ് വീട്ടിൽ ഏറ്റവും കൂടുതൽ അസഭ്യ വാക്കുകൾ അല്ലെങ്കിൽ അസഭ്യ വാചകങ്ങൾ പറയുന്നത്? അങ്ങനെ എല്ലാവരും കൂടി ജിൻഡോ, ഗബ്രി, ജാസ്മിൻ, ജാൻമണി എന്നിവരെ തിരഞ്ഞെടുക്കുന്നു. ഇതിനുശേഷം മോഹൻലാൽ വളരെ നമ്മുടെ പ്രൊമോയിൽ കാണിച്ച പോലെ ജിൻഡോയും ഗബ്രിയും പുറത്താക്കുന്നു. അപ്പോൾ കിട്ടിയ സമയം ജാസ്മിൻ തൻ്റെ സ്ക്രീൻ സ്പേസ് മുതലാക്കുന്നു. അവരെ കൊണ്ടുപോയി ഒരു ചെയറിലൊക്കെ ഇരുത്തുന്നുണ്ട്. അതിനുശേഷം മോഹൻലാൽ മറ്റൊരു ടാസ്കുമായി എത്തുന്നു. ടാസ്ക് വളരെ ഫണ്ണായിരുന്നു. അപ്സര നന്നായിട്ട് പെർഫോം ചെയ്തു. ഋഷി ഓക്കെ, അൻസിബയും ഗംഭീരമായിരുന്നു, ശ്രീലേഖ ഓക്കെ, അർജുൻ ഓക്കെ, ജാസ്മിൻ എപ്പോഴത്തെയും പോലെ ഓവർ ഡ്രമാറ്റിക്, യമുനയും അത്യാവശ്യം മികച്ച രീതിയിൽ പെർഫോം ചെയ്തു. ഇതൊക്കെ കഴിഞ്ഞ് ഒരു ബ്രേക്ക് വരുമ്പോൾ ജാസ്മിനും ലക്ഷ്മിനും കൂടെ പറയുന്നുണ്ട്, ഞാൻ പ്രതീക്ഷിച്ചില്ല ഇതൊക്കെ സംഭവിക്കുമെന്ന്. പിന്നെ മോഹൻലാൽ എത്തുന്നു. ജിൻഡോയും ഗബ്രിയും ആക്ടിവിറ്റി ഏരിയയിൽ കാണുകയാണ്. അപ്പോൾ ജിൻഡോ പറയുന്നുണ്ട്, ലാലേട്ട എന്നെ പ്രൊവോക്ക് ചെയ്തിട്ടാണ് എൻ്റെ വായിക്കകത്ത് അങ്ങനെ വന്നത്. അപ്പോൾ ഗബ്രിയും തിരിച്ച് പറയുന്നുണ്ട്, എന്നെയും പ്രൊവോക്ക് ചെയ്തിട്ടാണ്. മോഹൻലാൽ അവരെ രണ്ടുപേരെയും കൂടി അത്യാവശ്യം നല്ല മികച്ച രീതിയിൽ ഫയർ ചെയ്യുന്നുണ്ട്. അതിനുശേഷം ബിഗ് ബോസിനോട് ചോദിക്കുന്നുണ്ട് എന്താ വേണ്ടതെന്ന്. അപ്പോൾ ബിഗ് ബോസ് പറയുന്നുണ്ട്, ഞാനും അവരെ അത്യാവശ്യം പറഞ്ഞു നോക്കി, ഇനി ലാലിന് എന്ത് വേണമെങ്കിലും തീരുമാനിക്കാം. അങ്ങനെ ലാല് ഹൗസ്മേറ്റ്സിനോട് തിരക്കുന്നുണ്ട് എന്താ ചെയ്യേണ്ടതെന്ന്. പക്ഷെ ആ കാര്യത്തിൽ എനിക്ക് ന്യൂറ വളരെ ഗംഭീരമായിട്ട് അതിനെ മറുപടി പറഞ്ഞു. ഇതിനുശേഷം വീണ്ടും ആക്ടിവിറ്റി ഏരിയയിൽ പോകുന്നു. മോഹൻലാൽ പറയുന്നു, തൽക്കാലം നിങ്ങളെ രണ്ടുപേരെയും ഞങ്ങൾ വീട്ടിലേക്ക് മടക്കുകയാണ്. അതും കൂടി ആയപ്പോഴത്തേക്കും ഈ പ്രൊമോ കാണിച്ച് എപ്പിസോഡിലേക്ക് കൊണ്ടുവരുന്ന അതേ സ്ഥിരം പല്ലവിയായിപ്പോയി. ദെൻ എവിക്ഷൻ പ്രോസസ്. എല്ലാവരെയും എണീറ്റ് നിർത്തുന്നു. ശ്രീധുവിനോട് ചോദിക്കുന്നു എന്താണ് ശ്രീധുവിന് പറയാനുള്ളത് ഈ എവിക്ഷനെ കുറിച്ച്. ശ്രീധു പറയുന്നു, ഞാൻ ജെനുവിനായിട്ടാണ് കളിച്ചത്, അതുകൊണ്ട് ജനങ്ങളും അങ്ങനെ തന്നെ മനസ്സിലാക്കും. അങ്ങനെ ശ്രീധുവിനെ സേവ് ചെയ്യുന്നു മോഹൻലാൽ. തുടർന്നൊരു ടാസ്ക് വരുന്നു. ആക്ടിവിറ്റി ഏരിയയിൽ ഓരോരുത്തരുടെ പേര് വിളിക്കും ബിഗ് ബോസ്. അവർ പോയി നിശ്ചയിക്കപ്പെട്ടിട്ടുള്ള മാർക്ക് എന്നിട്ട് ഡയസ് എറിയുന്നു. ആ നമ്പർ വരുന്നു, അത് സ്പിൻ വീലിൽ ഉണ്ടാവും. ആ നമ്പറിനെ കണക്ട് ചെയ്തിരിക്കുന്നത് ആരുടെ പടമാണോ അവർ സേവ് ചെയ്യുന്നു. ഫസ്റ്റ് ഗബ്രി സേവ്സ് അപ്സര. തിരിച്ചു വന്ന് റോസാപ്പ് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം അപ്സര ഡയസ് എറിയുന്നു, ഗബ്രി സേവ് ആവുന്നു, തിരിച്ചു വരുന്നു, റോസ് ഗബ്രിക്ക് കൊടുക്കുന്നു. അതിനുശേഷം ഋഷി വരുന്നു, അൻസിബ സേവ് ആവുന്നു, റോസ് എടുത്തുകൊണ്ട് പോയി അൻസിബയ്ക്ക് കൊടുക്കുന്നു. അതിനുശേഷം ബിഗ് ബോസ് നൂറെ വിളിക്കുന്നു, നൂറ വരുന്നു, ജാസ്മിൻ സേവ് ആവുന്നു, നൂറ റോസുമായി ജാസ്മിൻ്റെ അടുക്കിലെത്തുന്നു. ഇതിനുശേഷം മോഹൻലാൽ വരുന്നുണ്ട്. ബാക്കി 3 പേരെ ഗാർഡൻ ഏരിയയിൽ പോകുന്നു. അവിടെ ഒരു ടാസ്ക് നടക്കുന്നു. അത് ബിഗ് ബോസ് പറയുമെന്ന് പറയുന്നു. അങ്ങനെ ഗാർഡൻ ഏരിയയിൽ ആക്ടിവിറ്റി നടക്കുന്നു. യമുന എവിക്റ്റ് ആവുന്നുണ്ട്. ഈ സംഭവം നടക്കുമ്പോൾ തന്നെ ജാൻമണി ദാസിൻ്റെ സെലിബ്രിറ്റി ആർട്ടിസ്റ്റ് എക്കോണമി ക്ലാസ്സിൽ ഫ്ലൈ ചെയ്യുന്ന ജാൻമണി ദാസിൻ്റെ 3rd ക്ലാസ് ഡ്രാമ അരങ്ങേറുകയാണ്. അത് കഴിഞ്ഞ് യമുന മോഹൻലാലിൻ്റെ അടുത്തെത്തുന്നു. മോഹൻലാൽ യാത്രയാക്കുന്നു. അതിനുശേഷം മോഹൻലാൽ പറയുന്നുണ്ട്, 6 വൈൽഡ് കാർഡ് എൻട്രീസ് വീട്ടിൻ്റെ അകത്തേക്ക് കയറാൻ ഒരുങ്ങി നിൽക്കുകയാണ്. ദൈവമേ, ഇനിയെങ്കിലും മാറ്റിപ്പിടിക്കൽ നടക്കുമോ എന്തോ, കണ്ടറിയാം.